ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കേരള പാഠാവലിക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വേറൊന്നുമല്ല, മുഖപ്രസംഗം അഥവാ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞൊരു ചോദ്യമാണ് നിങ്ങൾക്ക് നമ്മുടെ കേരള പാഠാവലിയിൽ വരാൻ നിങ്ങൾക്ക് പ്രതീക്ഷ വെക്കാവുന്ന ഒരു ചോദ്യമാണ് മുഖപ്രസംഗം എന്ന് പറയുന്നത്. നിങ്ങൾക്കത് വരാൻ സാധ്യതയുള്ളത് 6 മാർക്കിനാണ്. 6 മാർക്കിനാണ് സാധാരണ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അപ്പം പബ്ലിക് എക്സാമിനും നിങ്ങൾക്ക് 6 മാർക്കിന് തന്നെയായിരിക്കും മുഖപ്രസംഗം വരികയാണെങ്കിൽ ചോദിക്കാറുള്ളത്. അപ്പം 6 മാർക്കിന് മുഖപ്രസംഗം മാത്രമല്ല, പ്രഭാഷണമുണ്ട്, പ്രസംഗമുണ്ട്, അതുപോലെ തന്നെ ഉപന്യാസമുണ്ട്, ആസ്വാദനക്കുറിപ്പുണ്ട്. കേരള പാഠാവലി ആകുമ്പോൾ ആസ്വാദനക്കുറിപ്പ് എന്തായാലും നിങ്ങളോട് ചോദിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കഥാപാത്ര നിരൂപണമുണ്ട്. ഇതിൽ കഥാപാത്ര നിരൂപണത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കഥാപാത്ര നിരൂപണം 2-3 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കഥാപാത്ര നിരൂപണം ഉറപ്പിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മുഖപ്രസംഗം, ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മുഖപ്രസംഗം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 6 മാർക്കിന് വരാൻ പോകുന്ന 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 50% ചാൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് പ്രസംഗം, പ്രഭാഷണം, ഉപന്യാസം, ആസ്വാദനക്കുറിപ്പ്, അതുപോലുള്ള എസ്സേസ് ആണ്. അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ച മുഖപ്രസംഗത്തിലോട്ട് വരാം. മുഖപ്രസംഗം അഥവാ എഡിറ്റോറിയൽ. മുഖപ്രസംഗം എഴുതുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, മുഖപ്രസംഗങ്ങൾ നമ്മൾ ഖണ്ഡികകളാക്കി തിരിച്ചു വേണം എഴുതാൻ. മുഖപ്രസംഗം ഖണ്ഡികകളാക്കി തിരിച്ചു വേണം എഴുതാൻ. അതുപോലെ തന്നെ ശക്തമായതും വളരെ ലളിതമായ ഭാഷയും വേണം ഉപയോഗിക്കാൻ. ശക്തമായതും എന്നാൽ ലളിതമായതും. പക്ഷെ എന്നാതെ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ധാരാളം അർത്ഥതലങ്ങളുള്ളതും എന്നാൽ കുറച്ച് ലളിതമായ ഭാഷയും കൂടെ ചേർത്ത് വേണം നമ്മൾ നമ്മുടെ മുഖപ്രസംഗം എഴുതാൻ. പിന്നെ അതുപോലെ തന്നെ ഉപസംഹാരം, ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് പാരഗ്രാഫ് ഒരു ഉപസംഹാരത്തോടെ വേണം, ഒരു കൺക്ലൂഷനോടെ വേണം നിർത്താൻ. പിന്നെ നമ്മുടെ സ്വന്തം കാഴ്ചപ്പാട് എഴുതണം. ആ ഒരു വിഷയം തന്നിട്ട് വിഷയത്തിന്മേൽ നമുക്ക് തോന്നിയ കാഴ്ചപ്പാടും എഴുതണം. ഓക്കെ, അങ്ങനെ വേണം നമ്മുടെ മുഖപ്രസംഗം അഥവാ എഡിറ്റോറിയൽ എഴുതാൻ. ഓക്കെ, ഈ ഖണ്ഡിക എന്ന് പറയുന്ന സംഭവം നോക്കുക. ഒരു ഖണ്ഡിക എഴുതുമ്പോൾ ഒരു 4-5 പാരഗ്രാഫ് വെച്ച് വേണം നിങ്ങൾ മുഖപ്രസംഗം എഴുതാൻ. ഓക്കെ, 4-5 പാരഗ്രാഫ്. അതിൽ ഇൻട്രോ, നമ്മുടെ ആമുഖം വേണം. അതുപോലെ തന്നെ ഔട്ട്രോ, നമ്മൾ പറഞ്ഞ ഉപസംഹാരം, കൺക്ലൂഷൻ വേണം. നമ്മുടെ ഉപസംഹാരം, കൺക്ലൂഷൻ വേണം. ഇത് രണ്ടും. പിന്നെ ഒന്ന് സ്വന്തം കാഴ്ചപ്പാട് എഴുതണം. അപ്പം സ്വന്തം കാഴ്ചപ്പാടും അതല്ല, അതൊരു 2 പാരഗ്രാഫ് നമ്മൾ തന്ന വിഷയം, തന്ന വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു 2 പാരഗ്രാഫ് കൂടി എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഖണ്ഡികയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനം. ഇങ്ങനെ ഒരു 5 പാരഗ്രാഫ്, മിനിമം ഒരു 4 പാരഗ്രാഫ് എങ്കിലും നമ്മൾ എഴുതാൻ ശ്രദ്ധിക്കുക. 4 പാരഗ്രാഫ് എഴുതുകയാണെങ്കിൽ ഉറപ്പായിട്ട് 4 പാരഗ്രാഫ് മിനിമം എങ്കിലും എഴുതണം. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഇപ്പൊ പറഞ്ഞത് മുഖപ്രസംഗത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും എഴുതേണ്ട കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് തലക്കെട്ട് എന്ന് പറയുന്നത്. ഓക്കെ, തലക്കെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തലക്കെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തലക്കെട്ട് വെറുതെ അങ്ങ് എഴുതിയാൽ പോരാ. വെറുതെ ഒരു എന്താ പറയാ, ചുമ്മാ എഴുതിയാൽ പോരാ. വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലക്കെട്ട് വേണം എഴുതാൻ. ഓക്കെ, വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലക്കെട്ട് വേണം നമുക്ക് എഴുതാൻ. അല്ല ചുമ്മാ ഒരു തലക്കെട്ടൊക്കെ എഴുതിയിട്ട് ഒരു കാര്യമില്ല. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആമുഖമാണ്. ആമുഖം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചുമ്മാ സാധാരണ എഴുതുന്ന പോലെ എഴുതാതെ ഒരു തലക്കെട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് കാര്യത്തിലേക്ക് വരാതെ ആമുഖം എഴുതാൻ ശ്രമിക്കുക. ഇൻട്രോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പാരഗ്രാഫിന് ഫസ്റ്റ് പാരഗ്രാഫായിട്ട് നമ്മൾ ആദ്യം ഇൻട്രോ ആണ് കൊടുക്കേണ്ടത്. ഇൻട്രോ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിഷയത്തിലേക്ക് നയിക്കുന്ന, ആമുഖം വായിക്കുമ്പോഴത്തേനും നമുക്ക് ഏത് വിഷയമാണോ തന്നിരിക്കുന്നത് ആ വിഷയത്തിലേക്ക് നയിക്കാൻ പോകുന്ന വാക്കുകൾ വേണം നമ്മൾ ആമുഖത്തിൽ പ്രയോഗിക്കാൻ. അതുപോലെ തന്നെ ആ ഒരു വിഷയത്തെ വിശദീകരിക്കുകയും ചെയ്യണം. ആമുഖത്തിൽ വരുമ്പോൾ ആ ഒരു വിഷയത്തെ വിശദീകരിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആമുഖം എഴുതേണ്ടത്. ആമുഖം എഴുതേണ്ട ഏകദേശം ധാരണയാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യം വിഷയം ഏതാണോ ആ വിഷയത്തിലേക്ക് നയിക്കാൻ പോകുന്ന വരികൾ എഴുതുക. എന്നിട്ട് ആ വിഷയത്തെ വിശദീകരിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വിഷയം തന്നിട്ടുണ്ടായിരിക്കും. ആ വിഷയത്തെ ആദ്യം വിഷയത്തിലേക്ക് നയിക്കുക, എന്നിട്ട് ആ വിഷയത്തെ വിശദീകരിക്കുക. ഇങ്ങനെയാണ് ഫസ്റ്റ് പാരഗ്രാഫ്, ഇൻട്രോ പാരഗ്രാഫ് എഴുതേണ്ടത്. അതിനുശേഷം നിങ്ങൾ നമ്മുടെ വിഷയാവതരണത്തിലേക്ക് വന്നു. വിഷയാവതരണം നോക്കുക, ഏകദേശം 2 പാരഗ്രാഫ് എങ്കിലും വിഷയാവതരണം എഴുതണം. 2 പാരഗ്രാഫ്. ഓക്കെ, 2 പാരഗ്രാഫ് മിനിമം എങ്കിലും നിങ്ങൾ നമ്മുടെ വിഷയാവതരണം എഴുതണം.
എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷിച്ച സ്കോർ എത്താൻ പറ്റത്തുള്ളൂ. പ്രതീക്ഷിച്ച സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, വിഷയാവതരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സമീപകാല സംഭവങ്ങൾ ഉപയോഗിച്ച് എഴുതാൻ ശ്രമിക്കുക. സമീപകാല സംഭവങ്ങൾ ഉപയോഗിച്ച് എഴുതാൻ ശ്രമിക്കുക. പിന്നെ പാഠഭാഗത്തിന്റെ കേന്ദ്രരാശി. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പാഠഭാഗത്ത് ബേസ് ചെയ്തായിരിക്കും നമ്മളോട് ചോദ്യം ചോദിക്കുക. അപ്പൊ ആ ഒരു പാഠഭാഗത്തിന്റെ കേന്ദ്ര ആശയം കൂടെ ഉൾപ്പെടുത്തി നിങ്ങൾ ആ വിഷയം അവതരിപ്പിക്കുക. പിന്നെ വിഷയത്തിന്റെ പ്രാധാന്യം, ആ വിഷയം തന്നതിന്റെ പ്രാധാന്യം, അതൊക്കെ നമ്മൾ എഴുതുക. പിന്നെ അതിന്റെ സാധ്യതാ പരിമിതി, ഇത് ഓപ്ഷനിലാണ്. ഓക്കെ, സാധ്യതാ പരിമിതി എന്ന് പറയുന്നത് ഓപ്ഷനാണ്. കാരണം അത് ചില എന്താ പറയുക, ചില വിഷയമൊക്കെ തരുമ്പോൾ നമുക്ക് സാധ്യതാ പരിമിതി ഒന്നും എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓപ്ഷനിലൊക്കെ ഓൺലി ഓപ്ഷനിലാണ്. ബാക്കി ഈ മൂന്നെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓപ്ഷനിലാണ്. ഓക്കെ, ഇത് ഓപ്ഷനിലാണ്. ഓക്കെ, ഇങ്ങനെയാണ് വിഷയ അവതരണം ചെയ്തത്. അതിനുശേഷം ലാസ്റ്റ് ഉപസംഹാരം. ഇതിന്റെ പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉപസംഹാരം ലാസ്റ്റ് പാരഗ്രാഫ് എഴുതുക, കൺക്ലൂഷൻ. അതിനു മുമ്പ് ലാസ്റ്റ് പാരഗ്രാഫ് എഴുതുന്നതിന് മുമ്പ് നമ്മുടെ സ്വന്തം കാഴ്ചപ്പാട് എഴുതണം. ആ ഒരു വിഷയം തന്നിട്ട് അതിന്മേലുള്ള സ്വന്തം കാഴ്ചപ്പാട്, നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് നമ്മളതിനെ വിലയിരുത്തി കാണുന്നു എന്നത് ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് നമുക്ക് എഴുതി വെക്കാം. അതൊക്കെ അങ്ങനെയാണ് ചോദിക്കുക. ഇനി നിങ്ങൾ കാത്തിരുന്ന ഇതിലേക്ക് കടക്കുവാണ്. നമ്മൾ പ്രഡിക്ഷനിലേക്ക് കിടക്കുവാണ്. നമുക്ക് എന്തായാലും നമ്മൾ ഇത്രയും ചെയ്താലേ നമുക്ക് എഡിറ്റോറിയൽ മുഖപ്രസംഗത്തിന്റെ ഒരു പ്രഡിക്ഷനും കൂടെ നടത്താം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ചെയ്ത് ശ്രദ്ധിക്കാൻ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഇതില് പ്രീവിയസ് ഇയർ വെച്ച് നോക്കിയതും അതുപോലെ വരാൻ സാധ്യത ഉള്ളതും, നമുക്ക് മുഖപ്രസംഗം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആക്കിയിരിക്കും വരും. അപ്പം ആ ഒരു രീതിയിലൊക്കെ വെച്ച് നോക്കുമ്പം ഒരു നാല് പാഠത്തിൽ നിന്നും വരാൻ സാധ്യതയുണ്ട് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ്. മുഖപ്രസംഗം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ 4 പാഠത്തിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഇതിൽ ഫസ്റ്റ് സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന് പറയുന്ന നമ്മുടെ ലാസ്റ്റ് പാഠം, നമ്മുടെ കേരള പാഠാവലിയിലെ ലാസ്റ്റ് പാഠം, അത് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ കാലം കുറെ ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതും പിന്നെ എന്താ പറയുക, നമുക്ക് മോഡൽ നോക്കുമ്പോൾ തന്നെ മൈക്കൽ ആഞ്ചലോയിൽ നിന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല. അപ്പം പബ്ലിക്കിലേക്ക് വരുമ്പം മൈക്കൽ ആഞ്ചലോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം മൈക്കൽ ആഞ്ചലോ മാപ്പിൽ നിന്നും ലഹരിക്കെതിരെ ഒന്നിക്കാം, ലഹരിക്കെതിരെ ഒരു എന്താ പറയുക മുഖപ്രസംഗം നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ എന്തായാലും ഈ പാഠത്തിൽ നിന്ന് ഒരു 6 മാർക്കിന് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഒന്നെങ്കിൽ മുഖപ്രസംഗമായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രഭാഷണമായിരിക്കും. അപ്പം ആ ഒരു രീതിയിൽ നിന്ന് നിങ്ങൾ പഠിച്ചു പോകുക. ഇതല്ല വരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോധവും ജീവിതവും എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് പാഠം, ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും ക്രോധത്തെക്കുറിച്ച് എഴുതാനായിട്ട് ഒരു മുഖപ്രസംഗം ചോദിക്കും. അതും അല്ലെങ്കിൽ പാവങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ വിക്ടർ ഹ്യൂഗോയുടെ പാഠത്തിലെ സ്നേഹത്തിന്റെ പാത മനുഷ്യർക്ക്, സ്നേഹവുമായി ബന്ധപ്പെട്ട ഒരു മുഖപ്രസംഗം ചോദിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് യുദ്ധത്തിന്റെ പരിണാമത്തിൽ നിന്നും യുദ്ധം മാനവരാശിക്ക് ആപത്ത് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു മുഖപ്രസംഗം ചോദിക്കാം. ഇതിലെ ഏറ്റവും കൂടുതൽ സാധ്യത എന്നുള്ളത് ലഹരിക്കെതിരെ ഒന്നിക്കാൻ നടന്ന മൈക്കൽ ആഞ്ചലോയിൽ നിന്നൊരു മുഖപ്രസംഗം ചോദിക്കാനാണ്. അല്ലെങ്കിൽ യുദ്ധം മാനവരാശിക്ക് ആപത്ത്. ഇതിലേതിലും ഒരെണ്ണമായിരിക്കും നിങ്ങൾക്ക് മുഖപ്രസംഗം ചോദിക്കുക SSLC പബ്ലിക് എക്സാം. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു രീതിയിലൊന്ന് പഠിച്ചു പോവുക. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.